അതായത് IMA തന്നെ പറയണത് 150+ കൺട്രീസിൽ ഇത് ആക്സെപ്റ്റബിൾ ആണ്. അപ്പം ഈ 150+ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇതൊരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ഈ സയൻസും ഹ്യൂമാനിറ്റീസും പഠിച്ചവർക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണോ, അതോ അവർക്ക് കുറച്ചും കൂടെ ടഫ് ആയിരിക്കുമോ ഇത് പെട്ടെന്ന് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ? നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോവാണ്, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഡെയിലി ഒരു 2 hours 3 hour ഓൺലൈൻ ബാച്ചിൽ ഇരിക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിയുന്നതോടുകൂടി നിങ്ങൾ CMA കൂടി പാസ്സാവുകയാണ്. +2 സ്റ്റുഡൻസിൻ്റെ ഒരു സ്കൂൾ ജേണി ഇതാ ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറേ കുഞ്ഞുങ്ങളും ഓപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെയിൻ പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും CMA USA. അപ്പം അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് സംശയങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, CMA USA ടഫ് ആണോ, ഇതിൻ്റെ എക്സാം സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് CMA USA എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ മുന്നിൽ വന്നത്. അതിനൊരു പെർഫെക്റ്റ് ആൻസർ തരാൻ വേണ്ടി നമ്മുടെ കൂടെ അർഷിത് സർ ഉണ്ട്. വെൽക്കം സർ. ഓക്കെ, ഒരു ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ CMA USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യും? ഓക്കെ, CMA USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ആക്ച്വലി CMA US, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയും. അതായത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി മാനുഫാക്ചറിങ് കമ്പനീസ്, അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ആളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വാച്ചിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് റോളിൽ ഒരു പ്രൊഫഷണൽ റെക്കഗ്നൈസേഷനാണ് ആക്ച്വലി CMA US. ഓക്കെ സാർ, ഈ CMA USA എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. അപ്പം എന്താണ് ഈ ഗ്ലോബൽ റെക്കഗ്നിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതെ, അതായത് IMA തന്നെ പറയണത് 150+ കൺട്രീസിൽ ഇത് ആക്സെപ്റ്റബിൾ ആണ്. കാരണം ഇതിൻ്റെ സിലബസും എല്ലാ രാജ്യത്തും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ സിലബസ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 150+ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. പ്രൊഫഷണൽ കോഴ്സുകളിൽ CMA USA പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് കേട്ടിട്ടുണ്ട്. അത് പോസിബിൾ ആണോ, അത് കറക്റ്റ് ആണോ? ശരിയാണ്, അത് കേട്ടത് തീർച്ചയായിട്ടും ശരിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA USA നമുക്ക് ആകെ പഠിക്കാനുള്ളത് 2 പാർട്ടുകളാണ്. അതായത് 12 മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്, പക്ഷെ അതിനെ 2 പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുക. പാർട്ട് 1 പാർട്ട് 2 എന്നാണ് പറയുക. അപ്പോൾ നമുക്കൊരു 1 year അല്ലെങ്കിൽ 1.5 year മാക്സിമം നമുക്കിത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വേറെ പ്രൊഫഷണൽ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിലി നമുക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, സാർ പറഞ്ഞു 2 പാർട്ട് എക്സാമേ ഉള്ളൂ, അപ്പോൾ 2 എക്സാംസേ ഉള്ളൂ. അപ്പം ഈ 2 എക്സാംസ് അതുപോലെ പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സാം ആണോ? ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ചുമ്മാ പെട്ടെന്ന് അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ, നല്ല ക്ലാസ്സുകൾ കിട്ടിയാൽ, നല്ല ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ, നല്ല ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു ആവറേജ് എക്സ്ട്രാ ഓർഡിനറി ഒരു എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആവണമെന്നില്ല. നമുക്ക് ആവറേജ് സ്റ്റുഡൻസിനും നമ്മൾ ട്രിപ്പിൾ തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ഈ സയൻസും ഹ്യൂമാനിറ്റീസും പഠിച്ചവർക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണോ, അതോ അവർക്ക് കുറച്ചും കൂടെ ടഫ് ആയിരിക്കുമോ ഇത് പെട്ടെന്ന് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ? പ്രിഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൊമേഴ്സ് കോഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. പക്ഷേ ഇനീഷ്യലി കൊമേഴ്സുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ട്രഗിളിങ് ഉണ്ടാവും. ബട്ട് ഒരു നല്ലൊരു ബേസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടേംസൊക്കെ ഒന്ന് മനസ്സിലാവുമ്പോഴേക്ക് നമുക്ക് അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാളും ഉഷാറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ, തീർച്ചയായിട്ടും നമുക്ക് പാസ്സാവും. CMA USA എന്ന് പറയുന്ന ഒരു കോഴ്സ് +2 കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണോ, അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പൽസറി ആണോ, ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന്? അതായത് CMA USAയുടെ എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് ഡിഗ്രി വേണമെന്നില്ല. പക്ഷേ IMAയുടെ CMA പാസ്സായി എന്നുള്ള മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഡിഗ്രി കമ്പൽസറി ആണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഈ കോഴ്സിലോട്ട് വരാം, എക്സാം എഴുതാം, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 1.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 year കൊണ്ട് CMA പാസ്സാവണോ, അടുത്ത ഒരു വർക്കിൻ്റെ കൂടെ തന്നെ
നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഏതെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലിയർ ചെയ്യാം. ഇനി അല്ല, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോവാണ്, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഡെയിലി ഒരു 2 hours 3 hour ഓൺലൈൻ ബാച്ചിൽ ഇരിക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിയുന്നതോടുകൂടി നിങ്ങൾ CMA കൂടി പാസ്സാവുകയാണ്. സർ, അപ്പം ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമിയിൽ നിന്ന് അക്കാഡമിക് സപ്പോർട്ട് CMA USA പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ? നിങ്ങൾ ട്രിപ്ലൈയിൽ CMA USAക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, അതുപോലെ നല്ല സ്റ്റഡി റിവിഷൻ പ്ലാനുകൾ, മോക്ക് എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, കണ്ടിന്യൂസ് ഒരു സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് പാസ്സാകുന്നത് വരെയുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടി ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ, പെട്ടെന്ന് തന്നെ ഒരു ജോലി സെറ്റ് ആവാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ട്രിപ്ലൈയിലേക്ക് വരിക. നമ്മളിവിടെ ഫുൾ റെഡിയാണ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പം ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന്, അതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് സ്ഥിരമായി ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്, അത് അവർക്കെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കരിയർ കൗൺസിലറിനോട് നേരിട്ട് നമുക്ക് സംസാരിച്ചാലോ? ഇതിനായിട്ട് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ള കരിയർ കൗൺസിലിംഗ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പാരൻസിനോ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഏത് സമയത്ത് വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ടീം റെഡിയാണ്. അപ്പം ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കോളർഷിപ്പോടുകൂടി നിങ്ങൾക്ക് CMA USA ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CCAT എക്സാം. അപ്പം അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.